Civil servants could be given thousands more in their pay packets for a reduction in their pensions. To boost staff retention, millions of teachers, nurses, and public sector workers could be given higher salaries in exchange for lower pensions. Civil servants could be given thousands more in their pay packets for a reduction in their pensions. Officials believe this could help people trying to buy their first homes or start a family. Union chiefs are said to be split over the idea, with some branding the move dangerous. However, Cabinet Office Permanent Secretary Kat Little has said that she is reviewing the balance between pay and pensions and has begun discussions within Whitehall about offering staff more flexibility. Hello friends, അങ്ങനെ ഒരു പുതുവർഷം കൂടി പിറവി എടുത്തിരിക്കുന്നു. ഈ 2025 പുലർന്നപ്പോഴേക്കും യുകെയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുകെയിൽ ജീവിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോഴും പുറത്ത് വരുന്നത്. അതിൽ ഒന്നാമത്തെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് എന്നുണ്ടെങ്കിൽ മലയാളികളെ സംബന്ധിച്ചോളം അതീവ ദുഃഖകരമായ മറ്റൊരു വാർത്ത കൂടിയാണ് ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം യുകെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ NHS ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അതേപോലെ തന്നെ സിവിൽ വർക്കേഴ്സ്, ടീച്ചേഴ്സ്, ഇവരെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാലറി ഇനിയും വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം കഴിഞ്ഞ ജൂലൈയിൽ ഇപ്പോഴത്തെ ലേബർ സർക്കാർ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെയുള്ള സിവിൽ വർക്കേഴ്സിന് അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, നേഴ്സസിന് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4.75 തൊട്ട് 6% വരെയായിരുന്നു ഇവർക്ക് സാലറി ഇൻക്രീസ് നൽകിയിരുന്നത്. നിങ്ങളെപ്പോലൊക്കെ NHS ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഏകദേശം ഒരു 5.5% ഇൻക്രിമെൻറ്റ് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേങ്കിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സാലറിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് ഒരു വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് ലഭിച്ചു. അതേപോലെ തന്നെ ചെറിയൊരു ഇൻക്രിമെൻ്റ് ഒക്കെ നമ്മളുടെ സാലറിയിൽ ഇപ്പോഴ് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈ ഒരു 2025 ഇപ്പോൾ ലേബർ ഗവൺമെൻറ് ഇപ്പോൾ ഓഫർ കൊടുത്തിരിക്കുന്നത് 2.8% ആണ്. അവർക്ക് തന്നെ അറിയാം ഈ ഒരു 6%ഓളം കഴിഞ്ഞ വർഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു 2.8% ഈ വർഷം ഓഫർ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിർത്തിവച്ചിരിക്കുന്ന ആ ഒരു സമര പരിപാടികൾ വീണ്ടും അവർ പുനരാരംഭിക്കും എന്നുള്ളൊരു കാര്യം. എന്തായാലും സർക്കാർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഈ ഒരു 2.8% ഇൻക്രിമെൻ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ തന്നെ NHS ഹോസ്പിറ്റലുകളാണെങ്കിലും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റ് സിവിൽ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ഉടനടി തന്നെ പുതിയൊരു സമര പരമ്പരകളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ NHS ഹോസ്പിറ്റലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ കൂടിയാണ്. നമുക്കറിയാം ലേബർ സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ഏകദേശം 7.5 മില്യൺ പേഷ്യൻസ് ആയിരുന്നു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരുന്നത്. സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ, അതേപോലെ തന്നെ വീക്കെൻഡുകളിലും അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഇതേപോലെ തന്നെ എക്സ്ട്രാ സ്റ്റാഫിനെയൊക്കെ വെച്ചുകൊണ്ട് പുതിയ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടത്തും എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അത് എവിടം വരെ എത്തിയെന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. പ്രത്യേകിച്ച് വിൻ്റർ കൂടിയാണ്. യുകെയിലെ ഓരോ ഹോസ്പിറ്റലുകളിലെ തിക്കും തിരക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അസുഖമായിട്ട് വരുന്ന ഒരാൾക്കാർക്ക് ഒരു ബെഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയും ഒരു സ്ട്രൈക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നമുക്കറിയാം ലേബർ സർക്കാരിൻ്റെ ഈ ഒരു 5 മാസത്തെ ഭരണം കൊണ്ട് തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും യുകെയിൽ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഒരു NHSലേക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ ഈ വർഷം വീണ്ടും ഈ ഒരു 2.8% എന്നുള്ളതിൽ കൂടുതൽ ഇൻക്രിമെൻ്റ് നൽകും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗവൺമെൻറ് ഇപ്പോഴെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥൻ്റെ സാലറിയിൽ 1000 പൗണ്ടോളം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ പെൻഷൻ തുകയിൽ 1000 പൗണ്ട് കുറയ്ക്കാനുള്ള ഒരു പദ്ധതിക്കാണ് ഇപ്പോഴേ രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ ഏകദേശം എക്സാമ്പിൾ ഒരു 1000 പൗണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർഗേജ് അതുപോലെ അല്ലെങ്കിൽ ഒരു ലോണൊക്കെ എടുക്കാനുള്ള നമ്മളുടെ സാധ്യതകൾ വർദ്ധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം പെൻഷനിൽ കുറച്ച് തുക കുറയുമെന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സാലറിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം ഒരു 24,000 പൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ സാലറി 25,000 മാറും. അപ്പോൾ ആ 25,000 മാറുമ്പോൾ നമുക്കൊരു മോർഗേജ് ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്കതൊരു പോസിറ്റീവായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും UK-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പുതുവത്സരത്തിൽ ഒരു സന്തോഷം തരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സസ് ഉൾപ്പെടെ ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഇതേപോലുള്ള ആൾക്കാർക്ക് നല്ലൊരു സാലറി വർധന ഇനിയും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. UK സംബന്ധിച്ചോളം വളരെയധികം ദുഃഖകരമായ 2 വാർത്തകളാണ് ഇപ്പോഴെ പുറത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം ധാരാളം സ്റ്റുഡൻസ് ആണ് UK-യിൽ ഇപ്പോഴെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി എഡിൻബറോയിൽ നിന്നും, അതായത് സ്കോട്ട്ലൻഡിൽ നിന്നും കാണാതെ പോയ സാന്ദ്ര എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരിയായ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഇപ്പോൾ അവിടെ നിന്നും കണ്ടെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. കാരണം ഇവിടെ UK-യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ആണ് വെയിൽസിലാണെന്നുണ്ടെങ്കിലും സ്കോട്ട്ലൻഡിലാണെന്നുണ്ടെങ്കിലും ഇംഗ്ലണ്ടിലാണെന്നുണ്ടെങ്കിലും ലണ്ടനിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഏറ്റവും ദാരുണമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റെനി ഷാജി എന്ന് പറയുന്ന കേവലം 25 വയസ്സ് മാത്രം പ്രായമായിരുന്ന ഒരു പെൺകുട്ടി പനി ബാധിച്ചു മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു GP അപ്പോയിൻമെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ അവരുടെ ബെഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാറേയില്ല. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ UK-യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പനിയും ഈ ന്യൂമോണിയ, കോവിഡ് എല്ലാം തന്നെ പടർന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശ്വാസതടസ്സമോ ഇതേപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ന്യൂമോണിയോ ഒക്കെ ആണ് അല്ലെങ്കിൽ കോവിഡാണ്, അത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കാരണം നമുക്കറിയാം പലപ്പോഴും അവർ റെസ്പോണ്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ് കിട്ടാറില്ല എന്നുള്ളത് അറിയാം. പക്ഷേ നമ്മൾക്ക് തീരെ നിവൃത്തിയില്ല, നമ്മൾക്ക് തന്നെ നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് വീക്ക് ആകുകയാണ് അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സാധാരണ ഒരു പനിയാണെന്നുണ്ടെങ്കിൽ 2, 3, 4 ദിവസം കഴിയുമ്പോൾ ആ പനി പയ്യെ മാറും. പക്ഷേങ്കിൽ നമുക്ക് ശ്വാസതടസ്സമോ അല്ല അതേപോലെയുള്ള വിമിഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും തന്നെ മാതാപിതാക്കളൊക്കെ UK-യിൽ എപ്പോഴും എത്തുന്നതാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. പലരും അവരുടെ പ്രായമായ മാതാപിതാക്കളെ ഈ ഒരു സമയത്ത് UK-യിലേക്ക് കൊണ്ടുവരാൻ സാധ്യതകൾ വളരെയധികം കുറവാണ്. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും അവരെ UK-യിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പ്രായമായ പേരൻസിനെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവരെ ഇപ്പോഴും വെളിയിൽ കൊണ്ടുപോയി കറങ്ങാനോ അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോകാനോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഔട്ട്സൈഡിൽ ചിലവഴിക്കാനോ ഒന്നും തന്നെ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം പല ആൾക്കാരും ഇതേപോലെ തന്നെ പ്രായമായി വരുന്ന ആൾക്കാരെയും കൊണ്ട് ഇതേപോലെ തന്നെ ചുറ്റിക്കറങ്ങുന്ന ഒരു സമയത്ത് ഹാർട്ട് അറ്റാക്ക് പോലൊക്കെ പെട്ടെന്ന് വരുന്ന അസുഖങ്ങളൊക്കെ വന്ന് ഇവിടെ മരണപ്പെട്ട കേസുകൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വരെ നല്ല തണുപ്പായിരിക്കും UK-യിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ കെയർ എടുക്കുക. അതിപ്പോൾ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിലും പ്രായമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബാധിക്കാം. എന്തായാലും ഈ ഒരു സിവിൽ സർവൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും നേഴ്സസിനും ഇപ്പോൾ ഗവൺമെൻറ് പുതിയ സാലറി ഇൻക്രിമെൻറ്റ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നു. ആ ഒരു സെയിം ടൈമിൽ UK-യിലെ ഓൾ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ വർഷം നല്ല നല്ല പുതിയ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ തുടങ്ങട്ടെ. നേഴ്സസിനൊക്കെ UK-യിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ. അതേപോലെ തന്നെ IT എഞ്ചിനീയേഴ്സ് ഇതേപോലെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ധാരാളമായിട്ട് ഇപ്പോൾ UK-യിലെ ജോലികൾ അന്വേഷിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എത്തപ്പെടാൻ പറ്റുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു കാണുന്നത് നമുക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.